വർക്കൗട്ട് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ഈ ആഷിറയുടെ ഒരു കോമ്പോ പ്രതീക്ഷയായിരുന്നു. ഒരു കോമ്പോ എന്തെങ്കിലും പ്രതീക്ഷയായിരുന്നു. എന്തോ അതെ 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 നമ്മളിപ്പോ ടീമിന്റെ കൂടെ കണ്ടിറങ്ങിയുള്ളൂ. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇമോഷണൽ ആണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു വർഷമായി എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഈ ടീമിന്റെ കൂടെ. ഫൈനലി റിസൾട്ട് ആണപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഓഡിയൻസ് കണ്ടിട്ട് നിങ്ങൾ കണ്ടോ? ഇഷ്ടമായോ? അതെ അതെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. റെസ്പോൺസസ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുക, വർക്കായി എന്നാണ് പറയുന്നത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണിത്. നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ മാത്രമല്ല, ഫാമിലിയുടെ കൂടെയും വന്ന് കാണാൻ ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള കഥയാണ്. അതാണ് നമ്മുടെ കണ്ണെല്ലാം നിറഞ്ഞ് എല്ലാവരും ഇറങ്ങി വന്നത്. അപ്പോൾ റിലേറ്റബിലിറ്റി ഭയങ്കര കൂടുതലുള്ള കഥ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലേ കറക്റ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. ലോങ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് പടം ചെയ്യുന്നത്. ഡിഫറൻസ് പടം ചെയ്ത പോലൊരു അവസ്ഥ. ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റൊക്കെ ഒരു സ്റ്റാർ കാസ്റ്റ് ആയിട്ട് ഒരു അത്യാവശ്യം സ്റ്റാറുള്ള കാസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ പടം എന്ന് പറയുമ്പോൾ ചെറിയ നിങ്ങളെ ഗ്യാങ്ങുകളാക്കാൻ പറ്റി നായകനാക്കിയിട്ട് ആ ഒരു നമ്മളുടെ അതേ ഒരു പിയർ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് കണക്ട് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇമോഷൻ, ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി, സെക്കൻഡ് ഹാഫിൽ ഇമോഷണൽ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു കണക്ട് ആവുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് എനിക്ക് പേഴ്സണലി ഇമോഷൻ ഹ്യൂമർ ഇപ്പം എല്ലാം കണക്ട് ആകാനുള്ള സാധ്യതയാണ്. കാരണം എല്ലാവർക്കും നമ്മളുടെ ഏജ് ഗ്രൂപ്പും പരിപാടികളും അങ്ങനെ വരുന്നത് കാരണം ഹ്യൂമർ കണക്ട് ആവുന്നുള്ള കുഴപ്പമുണ്ടായിരുന്നില്ല. ഇമോഷൻ എന്തായാലും ആൾക്കാർക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. എല്ലാവരും കരയിപ്പിക്കാന്നാണ് പറയുന്നത്. ആവശ്യത്തിന് ചിരിക്കാനുണ്ട്. നമ്മുടെ റോള് കുറച്ച് സീരിയസ് റോളാന്നുള്ളത് ഇപ്പൊ എല്ലാ ജനറേഷനും കൂടെ അഭിനയിക്കണം. ഇപ്പൊ ന്യൂ ജനറേഷനും കൂടെ അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ അഭിനയിച്ചു. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര വൈബല്ലേ? ഭയങ്കര വൈബാണ്. കരഞ്ഞ എവിടെയെങ്കിലും എന്താണെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷൻ ആവും. ബോണ്ട് വിട്ടുപോയവർക്ക് അതൊരു ഭയങ്കര ഈ അവസാനം മേക്കറായോ? നല്ല പടങ്ങൾക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട്. പടം തന്നെ ഗുരുവായൂരമ്മയുടെയും അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇതിലേക്ക് വിളിച്ചത്. വന്നതൊക്കെ നല്ലതായിരുന്നു. ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഇമോഷണൽ സീനുകളുണ്ടല്ലോ അവസാനം. അപ്പോൾ അത് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറ മുന്നിൽ അറിയണം. ആ ഒരു ഇതുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യലാവുന്നത് വീഴുന്നത്. അപ്പോൾ ടെലിവിഷനിൽ നിന്ന് കരയണം. വീട് കാര്യങ്ങൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി കരച്ചിൽ തോന്നി. എനിക്കും പല കുറച്ച് വിഷമമുള്ള സ്ഥലങ്ങളിൽ ട്രിഗറായപ്പോൾ തന്നെ കരഞ്ഞു പോയതാണ്. തിയേറ്ററിലെ ആൾക്കാർ കരയണ കണ്ടിരുന്നു ആ സീനൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞാൻ കരയണതാണ്. എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. കരഞ്ഞു? എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം സിറ്റുവേഷൻസ് ഒക്കെ കണക്റ്റഡാണ്. ഫാദർ സണ്ണായിട്ടുള്ള സിറ്റുവേഷൻസ് പലതും കണക്റ്റഡാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഈ സ്റ്റണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫൈറ്റാലോ സ്റ്റണ്ട് കുറച്ച് പാടായിരുന്നു. ഇഞ്ചുറീസ് ഒക്കെ പറ്റിയത് തലയൊക്കെ വെച്ച സീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടർ ആർട്ടിസ്റ്റാണ്. ഡയറക്ടർ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അത് അംഗീകരിക്കുന്നത് നമ്മളതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നുണക്കുഴിയിലായിരുന്നാലും നുണക്കുഴിയിൽ ഒരു ഹ്യൂമർ ക്യാരക്ടറാണ് ശരിക്കും പോലീസിൻ്റെ. വാഴയിൽ നമ്മളെ യങ് സ്റ്റാർസിൻ്റെയൊക്കെ അച്ഛനായിട്ടാണ്. അച്ഛൻ അതെ. ഫസ്റ്റ് ഹാഫിൽ പയ്യന്മാര് ചിരിപ്പിച്ചു, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കരയിപ്പിച്ചു. അതാണ് സിനിമ. ഇപ്പൊ എന്തായാലും എല്ലാം വേണം അല്ലേ? ഇപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പൊളിച്ചടിക്ക് പോകണം കേട്ടോ. ജഗദീഷനായാലും നോബിച്ചനായാലും നിങ്ങളെല്ലാം ഒരു പ്ലാറ്റ്ഫോമിനകത്തുണ്ടായിരുന്ന ആൾക്കാർ. അപ്പം അവരുമായിട്ടൊരു സിനിമയിൽ ഇത്ര നല്ലൊരു ക്യാരക്ടറൈസ് ഐ മീൻ എല്ലാവരും ഒരുമിച്ച് ഇന്നൊരു തോളോട് തോട് വരുന്ന ക്യാരക്ടറൈസ് സമയത്ത് എത്രത്തോളം ഹാപ്പിയാണ്? അതെ അതെ നമ്മൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ പണ്ട് പോലെ കാണുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ഒരു പടം ചെയ്യുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. അതിപ്പോൾ ഈ പടത്തിന് പക്ഷേ അതിലൊരു സന്തോഷം മാത്രമല്ല, അത് വർക്കൗട്ട് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഈ സിനിമയിലും
വാഴയില് ഭാഗ്യം ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ പ്രേക്ഷകരോട് പറയുക. ഇത് അറിയാലോ, ഞങ്ങൾ പറയുന്നില്ല, നല്ല പടം എന്ന് പറയുന്നില്ല, നിങ്ങൾ പറയുക. സോറി